حضرات أرواح من بينهما اللهم اغفر لهما اللهم ارحمهما اللهم اعف عنهما اللهم اكرم نزلهما اللهم وسع مدخلهما اللهم اغسلهما بالماء والثلج ونقهما من الخطايا كما ينقى الثوب الأبيض من الدنس اللهم ابدلهما دارا خيرا من دارهما واهلا خيرا من اهلهما وازواجا خيرا من ازواجهما وجيرانا خيرا من جيرانهما اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار اللهم إن كانا محسنين فزد في حسناتهما وإن كانا مسيئين فتجاوز عن سيئاتهما اللهم اجعل ثواب قراءتنا فكاكا لهما وفداء لهما من النار اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك. നമ്മളെ മുനീർ ഉസ്താദ് ഇവിടെ ഇവിടെ നിന്നു മുന്നീർ വെച്ച് ഇങ്ങോട്ട് ഇവിടെ السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ തങ്ങളുസ്താടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ തൃപ്തിപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ യമാനീസ് അസോസിയേഷൻ, നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രതീക്ഷയും ആശാകേന്ദ്രവുമായ ശൈഖുന ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ 2000 സ്ഥാപിച്ച കുറ്റിക്കാട്ടൂർ നിലകൊള്ളുന്ന ജാമിയ യമാനിയ അറബി കോളേജിന്റെ 500ഓളം വരുന്ന വിദ്യാർത്ഥികൾ കൂട്ടായ്മയായ യമാനീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻ പ്രസിഡന്റും മുഷാവറ മെമ്പറുമായിരുന്ന ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ അനുസ്മരണവും പണ്ഡിത സംഘവുമാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഹത്തായ സംഗമത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. നമുക്കറിയാം, നാം 2 മണിക്ക് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഗമിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ 2-3 വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ് ഇവിടെ നടക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരെ കടക്കുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിത സമൂഹം ചെയ്യേണ്ട ഒട്ടേറെ ബാധ്യതകളുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ അയക്കുകയും പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി അവരൊക്കെ നിയോഗിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ പ്രവാചക ശൃംഖല അവസാനിക്കുകയും, പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം അവിടെ അവസാനിക്കണമെന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഈ ലോകത്തിന്റെ അവസാനം വരെ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്. ആ ദൗത്യം അൽ വറസത്തുൽ അംബിയ എന്ന മഹിതമായ പ്രസ്താവനയിലൂടെ ബഹുമാനപ്പെട്ട സമസാഹിബ് വരുന്നുണ്ട്. ഏതായിരുന്നാലും ആ ദൗത്യം പണ്ഡിതന്മാരായ നാം
നിർവഹിക്കേണ്ടതുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ ഈ ആധുനികത്തിൽ നാം എങ്ങനെ ഈ സമൂഹവുമായി എങ്ങനെ നാം ഇസ്ലാമിക പ്രചരണം നടത്തണമെന്ന കൃത്യമായൊരു ധാരണ പണ്ഡിതന്മാരായ നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. കാരണം പണ്ഡിതന്മാരായ നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും സമൂഹം അതിന് കൂട്ടുപിടിക്കുകയും അതിന് പിന്തുണ തരികയും ചെയ്യുന്ന ഒരു പ്രവണത നാം കൊണ്ടുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സസൂക്ഷ്മം കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിലെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട യമാനീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞിസീതി തങ്ങൾ യമാനി അവர்களാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. ഏതാനും സമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൽ വിഷയം വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവர்களാണ്. ഉസ്താദ് അവർ തസവുഫും ത്വരീഖത്തും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களെ വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സദ് പൂക്കുടൂർ സാഹിബ് സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന സമസ്തയുടെ 90ാം വാർഷിക പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമദ് സാഹിബ് മഹാനകളെയും ഈ സംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ് കർമ്മശാസ്ത്രം ആധുനിക യുഗത്തിലെന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MT ഉസ്താദ് ക്ലാസ് എടുക്കും. ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടില്ല. ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തെ എത്തിച്ചതിനുള്ള ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അബ്ബാസ് താരിമി ആർവി, അബ്ബാസ് താരിമി, മർക്കർ ഹാജി, ഹംസ ഹാജി മുന്നിയൂർ, മുസ്തഫ താരിമി, റസ ഹിത്തമി, മുനീർ ഫൈലി, ബഹുമാനപ്പെട്ട മജീദ് താരിമി അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ സംഘത്തിക്കൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യ തങ്ങൾ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഇന്നി ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ മുൻ പ്രസിഡന്റും ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറുമായിരുന്ന ഏറ്റവും വലിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദറൂസി എന്ന പേര്, അസ്ഹരി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ഒരു അനുസ്മരണവും അതിനോടനുബന്ധിച്ചുകൊണ്ടിട്ട് മാനികൾക്കുള്ള 1-2 വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുമാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്റെ ക്ലാസ് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞാനിവിടെ ഉണ്ടാവും അവസാനം വരെ. അപ്പൊ അതിന്റെ ശേഷം എന്റെ ക്ലാസ് നടക്കും. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട സമദ് സാഹിബിന്റെ ക്ലാസ്
നടക്കും. ഒരു ചെറിയൊരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് 1-2 വാക്കുകൾ മാത്രം പറയണത് അതൊരു ബർക്കത്താണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാനും അവരും തമ്മിൽ ഒരു ചെറിയ വേറൊരു ബന്ധം കൂടിയുണ്ട്, കുടുംബ ബന്ധമല്ലാതെ. അവരിൽ നിന്നുള്ള ചില ദിക്റുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് അസഹിതങ്ങളായിട്ട് ആ നിലക്കുള്ള ഒരു ആത്മീയമായ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ അവരെ ഇൽമിന്റെ ആഴം അത് ശരിക്ക് മനസ്സിലാക്കിയ ആളാണ് ഞാൻ അവരോട് ഒരുപാട് കാലം ഒന്നിച്ച് പല വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഒരു കുറഞ്ഞ ദിവസങ്ങളോളം ഏകദേശം ഒരു 10 ദിവസങ്ങളോളം ഒന്നിച്ച് ഒരു റൂമിൽ താമസിക്കുകയും മൂപ്പർക്കൊരു ഖാദിം എന്നുള്ള നിലക്ക് ഞാൻ പലതും ചെയ്തു കൊടുത്ത് മൂപ്പരെ കൂടെ താമസിക്കുകയും മൂപ്പരിൽ നിന്നുള്ളൊരു ഉസ്താദിയത്ത് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒരു ഭാഗത്തിൽ നിന്നുള്ള ചില സ്ഥലങ്ങൾ ഒരു ബർക്കത്തിന് വേണ്ടി മൂപ്പരോട് ഓതുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അസ്ഹരി തങ്ങള് അവര് ഒരു ദീർഘകാലം ഇവിടെ ഈ കേരളവുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അസ്ഹരി തങ്ങൾ ആരാന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പ്രസിഡന്റായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹ് അവര് നിയോഗിക്കപ്പെടുന്നവരെ അസ്ഹരി തങ്ങൾ ആരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവര് മക്കത്തിനടുത്ത ഹുലൈസ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ തന്നെ വാദി ദവാസിർ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ സൗദി ഭരണകൂടത്തിന്റെ കീഴിലായി തരിസായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നത്. അവര് ഇൽമിലുള്ള മൂപ്പർക്കുള്ള ആഴം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ശേഖനൂർ മൗലവി. അപ്പൊ അവര് തലക്കൊടുത്തൂർ ദർശ നടത്തിയ കാലത്താണ് ശേഖനൂർ മൗലവി മൂപ്പരെടുത്ത് തോന്നിയത്. അപ്പൊ തങ്ങൾ ശേഖനൂരിനെ പറ്റി പറയലുണ്ട്. തങ്ങൾ യുവതി അവർക്ക് ഓതിക്കൊടുത്തിയ കാലം ഈ ശേഖനൂര് ചോദിച്ചിട്ട് 4-5 ദിവസം ഒരു സ്ഥലം ഓതാൻ കഴിയാതെ ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട്. 5-ാമത്തെ ദിവസമാണ് ഓന് മറുപടി പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞു മതിയായത് എന്ന്. മറുപടി പറയും, മറുപടി ഒന്നും ഇയാൾക്ക് മതിയാവില്ല, ഇയാൾ പിന്നെയും വേറൊരു ചോദ്യം ചോദിക്കും. അങ്ങനെ അവസാനം തങ്ങൾ കുടുങ്ങിയതാ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ 5-ാമത്തെ ദിവസത്തിലാണ് തങ്ങൾ 5-ാമത്തെ ദിവസം ഈ സ്ഥലം തന്നെ ഇവൻ ചോദിച്ചപ്പോൾ ഇതിനെല്ലാം കൂടി തങ്ങൾ കൂടിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവനക്ക് അത് ഏറെക്കുറെ തൃപ്തിയായി. അപ്പൊ അങ്ങനെ ശേഖനൂർ മൗലവി കിതാബ് ഓതി ധനപ്പെട്ട അസ്ഹരി തങ്ങളോടാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര് മൂപ്പനിൽ നിന്ന് കിതാബ് ഓതി മഹാന്മാരായവരുണ്ട്. ഇവനെ പോലെ പ്രയച്ചു പോയ ചിലരുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ കുരുത്തക്കെട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട കൊയപ്പറ്റ വീരാൻകുട്ടിയല്ലിയുടെ ദർശനയും ശേഖനൂർ ഓതുന്ന കാലഘട്ടത്തിൽ വീരാൻകുട്ടിയല്ലിയെ തന്നെ പറയലുണ്ട് എന്ന് പറഞ്ഞു. ഇയാളെ സംബന്ധിച്ച് വീരാൻകുട്ടിയിലേക്ക് ഒരു ഫറാസത്തിന്റെ എൽമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ശേഖനൂരിനെ പറ്റി പറയലുണ്ട്, ഇവനെന്തോ ഒരു വൃത്തികേട്, ഒരു മോശമായ ഒരു സ്വഭാവം ഇവനിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏതായാലും അത് സംഭവിച്ചു. അയാൾ വിശുദ്ധ ദീനിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ അങ്ങനെ ഈ ശേഖനൂര് വലിയ പണ്ഡിതനായിരുന്നു. അയാളെ പാണ്ഡിത്യം നമ്മൾ അംഗീകാരം, വലിയ ബുദ്ധിമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങള് അവർക്ക് കിതാബ് ഓതി കൊടുത്തു. അവൻ 4-ാമത്തെ ദിവസമെങ്കിലും അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമെങ്കിലും അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞല്ലോ. അപ്പൊ തങ്ങള് ഇൽമ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പരന്ന ഇൽമാണ്. നമ്മളിപ്പോ തങ്ങളായിട്ട് ഒരു ഫിഖിയായ വിഷയം സംസാരിക്കുകയാണെങ്കിൽ തന്നെ തങ്ങൾ അതിമൂലം ഒതുങ്ങൂല തങ്ങളെ വർത്താനം. തങ്ങൾ അവിടുന്ന് അങ്ങനെ പോയിട്ട് നഹ്വിലേക്കും സർഫിലേക്കും ലോകത്തിലേക്കും ചരിത്രത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടായിരിക്കും മൂപ്പര് സംസാരിക്കൽ. ഈ കേരളത്തിലുള്ള അതിൽ നിന്ന് കബീലില്ലാത്ത തങ്ങന്മാർ ഏതാന്നൊക്കെ മൂപ്പർക്ക് ശരിക്കും അറിയാം, എപ്പോഴും പറയും. പക്ഷെ എന്നോട് പറയലുണ്ട്, നമ്മൾ പറഞ്ഞപ്പോൾ അത് ചിലരിടത്തൊക്കെ തല്ലുകൂടേണ്ടി വരുമല്ലോ. ചില ആളുകളൊക്കെ തങ്ങന്മാരെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പക്ഷെ അവർ പഴയ കാലത്ത് തങ്ങന്മാർക്ക് കൊടയൂടി കൊടുത്തവരോ അല്ലെങ്കിൽ തങ്ങന്മാരൊപ്പം വേഗത്ത് പോയ ഒരുപാട് ആളുകൾ ഇന്ന് തങ്ങന്മാരിൽ അറിയപ്പെടുന്നുണ്ട്. അത് മുമ്പ് തങ്ങന്മാരൊരു അസോസിയേഷൻ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതിൽ ആദ്യത്തെ 2-ാമത്തെ യോഗത്തിൽ വെച്ച് തല്ലി പിരിച്ചതാണ്. കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ശരിയായ തങ്ങന്മാർ. അപ്പോ ശരിയായ തങ്ങളല്ല, ഇവൻ ശരിയായ തങ്ങൾ പിന്നെ പോലെ മറ്റു ചിലരും പറഞ്ഞു, മറ്റു ചില തങ്ങന്മാരും. അങ്ങനെ അവിടുന്ന് അത് കോലാഹലമായി അങ്ങനെ ആ യോഗം അവിടുന്ന് പിരിച്ചുവിട്ടു. അതോടുകൂടി അന്നത് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇപ്പൊ 2 സംഘടന ഉണ്ട്. 2 സംഘടനയിൽ നിന്ന് ഇനി വരലുണ്ട്, ഞാൻ പോകില്ല. ഒന്ന് മറുപക്ഷത്തിന്റെ ആണ്, ഒന്ന് നമ്മളെ കൂടെ ഉള്ളതാണ്.
പക്ഷെ അതിൽ പിന്നെ ആരും കൂട്ടുക എന്നുള്ളതാണ്. തങ്ങളെന്ന് പേര് പറയണ ആരും ഇതിൽ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇജ്ജ് തങ്ങളെന്ന് പേര് പറഞ്ഞ് ഇജ്ജ് വന്നാൽ അന്യക്കും. അപ്പൊ പിന്നെ ഒരു പ്രശ്നവും കുഴപ്പമൊന്നും ഉണ്ടാകുന്നു പോകും. അപ്പൊ തങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊക്കെ അറിയാം. ഏതാണ് വലിയ തങ്ങന്മാരെ ഖബായിലിനെ സംബന്ധിച്ചും ആ തങ്ങന്മാരെ അവർ എപ്പോ വന്നു, അവരെ ഉമ്മാര് ആരൊക്കെയാണ്, അവരോട് ബന്ധപ്പെട്ട മറ്റുള്ള ചരിത്രങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ ശരിക്കും വേണ്ടതുപോലെ അറിയുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചരിത്രങ്ങൾ. അതിന്റെ എല്ലാം പുറമെ തെരീഖത്തിന് വലിയ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. മഹാന്മാരാവുന്ന പല തെരീഖത്തിലെ മശായിഖന്മാരായിട്ട് മൂപ്പർക്ക് ബന്ധമുണ്ടായിരുന്നു. പല തെരീഖത്തുകളും മൂപ്പര് കൊടുക്കലുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ രഹസ്യമായിട്ടായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നു മാത്രം. പിന്നെ അവരെ ഒരു ബാഹ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എന്താ മൂപ്പര് ഇങ്ങനെ പറയണം, ഇങ്ങനെ അങ്ങനെ പറയണം എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് സംസാരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അത് തണുത്ത് ആ രൂപത്തിലേക്ക് മൂപ്പര് വരും. അപ്പൊ അവര് വലിയ മഹാനായിരുന്നു. എല്ലാ കിതാബും അതിന്റെ ഹക്ക് പോലെ ഓതിപ്പടിച്ച് എല്ലാ കിതാബും ശരിക്ക് മനസ്സിലാക്കി അതിന്റെ എല്ലാം പുറമെ ചരിത്രം വേണ്ടതുപോലെ പഠിച്ചു. അറബി ഭാഷയിലൊക്കെ മൂപ്പർക്കുള്ള കഴിവ് വളരെ വലുതാണ്. അവര് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരശിരിയെ പറ്റി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അറബിൽ. മിൻ നവാബി ഉലമായി കേരള എന്ന് പറഞ്ഞു. അത് വെറും കൈപ്പറ്റ വീരാൻകുട്ടിയോട് ബന്ധപ്പെട്ട ചരിത്രം മാത്രമല്ല, ഈ കേരളത്തിന്റെ ചരിത്രവും ഈ കേരളത്തിലുള്ള ദർസിന്റെ ചരിത്രവും ഈ കേരളത്തിലുള്ളതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ചരിത്രവും ഇത് പൊന്നാണി സിലബസ്, സിലബസ്, ഇങ്ങനെ ഒരുപാട് സിലബസുകൾ കാലത്ത് കുഞ്ഞോമദാജി ഇവിടെ കൊണ്ട് ഇങ്ങനത്തെ ഈ സിലബസുകളിലേക്കൊക്കെ പിന്നെ അതിലേക്കൊക്കെ ഒരു പോയി കൊണ്ടിട്ട് അതിനൊക്കെ ഒരു ഹ്രസ്വമായ നിലക്ക് വിശദീകരിച്ചുകൊണ്ട് മൂപ്പരെല്ലാം അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാനൊരു വിശാലമായ നിലക്ക് ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതിന് പേജുകൾ ഇതൊന്നും മതിയാവൂല. അപ്പൊ അതൊക്കെ ഒരു ഹ്രസ്വമായ നിലക്ക് അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് വലിയൊരു ആവുന്നതായ ഒരു ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പലതും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്കുള്ള മിൻ നവാബി ഉലമായി കേരള എന്ന് പറഞ്ഞു. അത് ദുബായിലുള്ളതായ ഔഖാഫാണ് അതിനെ അച്ചടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മൂപ്പർക്ക് പ്രധാനപ്പെട്ടതായ അറബി ഭാഷയിലുള്ളതായ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കുറെ മൂപ്പര് എഴുതി. അപ്പോൾ എല്ലാ നിലക്കും നമ്മൾക്ക് ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, ബർത്തൊക്കെ വാങ്ങേണ്ട ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അസരി തങ്ങൾ. അവര് പിന്നെ അനാരോഗ്യം കാരണവും മറ്റൊക്കെ ആണ് അവസാന കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവര് ഒഴിഞ്ഞു നിന്നു. അപ്പോൾ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിക്കൊണ്ട് മരണം വരെ തുടർന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും അധികം പ്രഗത്ഭനാവുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അസരി തങ്ങൾ. യാതൊരു സംശയമില്ല. അവരെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവർ വിശുദ്ധമാവുന്നതായ ഈ പിന്നെ സംഘടനക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും ഈ ശരീഅത്തിനൊക്കെ വേണ്ടി അവർ ചെയ്തതായ സർവ്വ സേവനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വേറൊരു തങ്ങൾ കൂടി മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിന്നെ മുദ്ദസിർ മുബങ്ങളെ പിതാവ്, നമ്മളെ കോഴിക്കോട് ജില്ല SKSFന്റെ ഇപ്പൊ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുബഷിർ തങ്ങൾ ദാരിമിയാണ്. അപ്പൊ അവരെ പിതാവ് കൂടി മരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയും ആഖിറ അല്ലാഹു നന്നായി നമ്മളെയൊക്കെ അല്ലാഹു മഹാന്മാരാവുന്ന നമ്മളെ മശായിഖിനോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് തരട്ടെ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. 2016 മാർച്ച് 29, 30, 31 തീയതികളിൽ നടക്കുന്ന നമ്മുടെ യമാനിയ അറബി കോളേജിന്റെ 16ാം വാർഷിക 5ാം സന്നദ്ധാന സമ്മേളന പ്രകടനാർത്ഥം നാം സംഘടിപ്പിച്ച ഈ മഹത്തായ പണ്ഡിത സംഗമത്തിൽ സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന സമദ് സാഹിബിന്റെ പ്രഭാഷണം മുമ്പായി സമസ്ത കേരള മുൻ പ്രസിഡന്റും മുഷാമാരുന്നവരായ അസ്ഹരി തങ്ങളെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട അക്കം ഉമർ ഫൈലി നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹിമിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, ഹംസ ഹാജി, മരക്കാജി തുടങ്ങി ഈ സ്റ്റേജിലും അണിനിരന്ന പണ്ഡിത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യാന്തിക്കുന്ന ഒരു സദസ്സാണ്. അതിലുപരി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ശംസുൽ ഉലമയെ അറിയാവുന്ന സ്ഥാപനത്തിന്റെ സന്തതികളാണ്. അള്ളാഹു അനുഗ്രഹിച്ച സദസ്സാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ജിബ്രി തങ്ങൾ പറഞ്ഞു, വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മഹാനവറുകൾ അവസാന കാലത്താണ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ് നമ്മളിടയിൽ അദ്ദേഹം വിദേശങ്ങളിൽ, അറബ് നാടുകളിലൊക്കെ അറിയപ്പെടുന്നതോടുകൂടെ തന്നെ പഴയ കാലത്ത്, അതിന്റെ മുമ്പ് ഇവിടെ തലക്കൊടുത്തൂരൊക്കെ ദർസ് നടത്തിയ ആ കാലഘട്ടത്തിലും അറിയുന്നവരൊക്കെ അറിഞ്ഞിരുന്നു. ആ മഹാനവർ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന ശൈഖുന ശംസുൽ ഉലമയാണ്. അത് തന്നെ അവർക്ക് പരസ്പരം അറിയാമെന്നതിന്റെ ഉദാഹരണമല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ വഫാത്തോട് ബന്ധപ്പെട്ട് ഖബറിനൊരിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തങ്ങൾ നിയോഗിക്കപ്പെട്ടതുപോലെയാണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. ശൈഖുന ആശുപത്രിയിൽ അന്ത്യനിമിഷം കിടക്കുമ്പോൾ, ഫാത്തിമ ഹോസ്പിറ്റൽ ആ രാത്രി, അന്ന് ഞാനും അവിടെ എത്തിപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങാതിര സമയത്ത് അവിടെ എത്തി. ആ 70-ാം വാർഷികത്തിന്റെ പിറ്റേന്ന്, അന്ന് കടപ്പുറത്ത് വെച്ച് വിടുന്ന സമ്മേളനത്തിന്റെ ഇടയിൽ ഒരാൾ വെള്ളത്തിൽ പോയി മരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ മറമാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ സ്വാഗത സംഘത്തിന്റെ കണക്കും കാര്യവും ഉണ്ടാകുന്നതിലേക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഉണ്ട്. സമ്മേളനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി ഉറങ്ങുന്ന സമയത്താണ്. പഴയ മാനേജർ മൂസ മുസ്ലിയാരും ഉണ്ട്. അവര് പഴയ ഒരു ജീപ്പും ഉണ്ട്. ആ ജീപ്പിൽ കയറി എന്നെ കണ്ടപ്പോൾ മൂസലിയർ പറഞ്ഞ്, നിങ്ങളും വരി, നമ്മളൊരു സ്ഥലത്ത് പോകാണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകണമെന്നൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് കയറി. അങ്ങനെ ചെന്നത് ഇന്ന് നമ്മൾ വരക്കൽ മക്കാമിന്റെ മുമ്പിലുള്ള ആ വീട്, വാങ്ങിയ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്കാണ്. അവിടെ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടിയിൽ ഒരു കുട്ടിയുടെ ഒരു ഭർത്താവും ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ കോലായിൽ കയറി അകത്തെ വാതിലിന്റെ മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ട് കുട്ടികളെ ഇവിടെ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടികൾ വന്ന് വാതിലിന്റെ മറവിൽ അവിടെ നിന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ആ നിന്ന നൃത്തത്തിൽ ഒരു 10-20 മിനിറ്റ് ഇവിടെ ഈ കിടക്കുന്നത് ആരാണ്, അതായത് അവിടെ മറവിട്ട് കിടക്കുന്ന അന്നത്തെ മക്കാമിൽ കിടക്കുന്ന നമ്മളെ വലിയ തങ്ങൾ, ഉപ്പാപ്പ, ഗൾഫിൽ നിന്ന് യമനിൽ നിന്ന് വന്ന ഉപ്പാപ്പ, അവരുടെ പരമ്പരയും അവരുടെ മഹത്വവും ഒക്കെ വളരെ അത്ഭുതത്തിൽ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. കുട്ടികൾ അതൊക്കെ ശ്രവിച്ചു. എന്നിട്ട് അന്ന് അത് കിടക്കാണ്. ഓട് മേഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്, പള്ളിയാണുള്ളത്. കൈക്കോലൊക്കെ തുരുമ്പി പിടിച്ചിട്ട് ചിലതൊക്കെ വീണിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇതിട്ടാ പറ്റല്ലോ, നമ്മുടെ ഉപ്പാപ്പനെ ഈ രൂപത്തിൽ നമ്മൾ അവഗണിച്ചാൽ പറ്റൂലല്ലോ, അതിനെ നമ്മൾ പരിപാലിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവസാനം കൊണ്ടെത്തിച്ച് അങ്ങോട്ടാണ്. അത് പരിപാലിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ എനിക്ക് തരി, ഞാൻ പരിപാലിച്ചോളാ എന്ന് പറയുകയും ചെയ്തു. വെറുതെ ആക്കണ്ട, അതിന് നിങ്ങൾക്കുള്ള പ്രതിഫലവും തരാ എന്നും പറഞ്ഞു. അപ്പൊ ആ കുട്ടികളെ പറഞ്ഞു, ആലോചിച്ച് ഇൻഷാ അല്ലാഹ് ഒരാഴ്ചനുള്ളിൽ മറുപടി തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരാഴ്ചയിനുള്ളിൽ ആ കുട്ടികൾ തങ്ങളെ ഏൽപ്പിക്കാൻ, അതായത് സമസ്ത കുട്ടികൾ തീരുമാനിച്ചു എന്നർത്ഥം. പറയുമ്പം അന്നത്തെ ഒരു കുട്ടിയുടെ ഭർത്താവ് തന്നെ ആദർശപരമായി നമ്മളോട് സംഘടനയിലല്ല, എന്നിട്ടും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് സമസ്തയുടെ കീഴിൽ ആ മക്കാമും ആ സ്ഥലവും ഒക്കെ വരികയും ചെയ്തു. അത് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പോയത്. അത് നമുക്ക് എടുക്കണം, വിലക്കെടുക്കണം. എന്ത് വില അനുസരിച്ച് ഒരു വിലക്കാണ് വന്നത്. അപ്പോൾ അത് കീഴിൽ വന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ അവിടെയാണ് കിടക്കുന്നത്. ബാലവി മുല്ലക്കോയ തങ്ങൾ, അവരുടെ ഉപ്പാപ്പമാരും ഒക്കെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതിലുപരി ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അന്ത്യം അടുത്തിരിക്കുന്നു, എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ആയിരുന്നു അത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണോ തങ്ങൾ, ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന രൂപത്തിലാണ് ആ സംഭവങ്ങൾ നടന്നത്. അങ്ങനെ അധികം കഴിയാതെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്തായി. ശൈഖുന അന്ത്യവിശ്രമം കൊള്ളാൻ അവിടെ ഇടം കണ്ടു. ഈ ഒരു ഈ ബന്ധങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഉപ്പാപ്പ, അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പയും യമനിൽ നിന്ന് വന്നവരാണ്. ആ രണ്ട് പരമ്പര, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തങ്ങളെ കൂടെ നടന്നതാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഉപ്പാപ്പ. തങ്ങളുടെ കാത്തിബ്, എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കണ്ടി എന്ന കാത്തിബി എന്ന് ശൈഖുനാക്ക് പേര് വന്നതിന് ഇ കെ എന്ന് വരുന്ന ആ നിലക്കാണ്. ആ നിലക്കുള്ള ബന്ധത്തോടു കൂടെ ഉണ്ടാക്കപ്പെട്ട ആ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് മഹാന്മാർ തമ്മിലുള്ള കുറിച്ചും അവരുടെ അടുപ്പങ്ങളും അവരുടെ അർവാഹിയായ സമീപനങ്ങളൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഒരു മഹാനായ മഹാന്മാരറിയും എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ അങ്ങനെയുള്ള വലിയ ഒരു പാണ്ഡിത്യത്തിന്റെയും അതുപോലെ തന്നെ സയ്യിദന്മാരുടെ ആ തറവാട്ടിലെ ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ആളുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബഹുമാനപ്പെട്ടവരുടെയും അതുപോലെ ഇന്ന് ഫറൂഖിൽ മരണപ്പെട്ട നമ്മുടെ സയ്യിദ് നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്നു. അതും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ യോഗങ്ങളിലൊക്കെ വരുന്ന ആളായിരുന്നു. അല്ലാഹു തആല അവർ രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അവരുടെ ഖബറുകളെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ അലൈക്കും. മാർച്ച് 29, 30, 31 തീയതികളിൽ കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയ അറബി കോളേജിന്റെ 16ാം വാർഷിക 5ാം സന്നദ്ധാന സമ്മേളനം നടക്കുന്നു. ഡിസംബർ 29, 30, 31 തീയതികളിൽ കോഴിക്കോട് അരയിടത്ത് പാലത്ത് ത്രിദിന മതപ്രഭാഷണം അരങ്ങേറുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പണ്ഡിതമത്തിൽ ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന വിഷയ ബഹുമാനപ്പെട്ട അബ്ദുൽ സലീം കൂട്ടൂർ നമ്മോട് സംവദിക്കുന്നു. ഖാനകളെ സാദരം സമസ്ത സമ്മേളന കാഹളം മുഴങ്ങുന്നേ, സർവാധിറബിന്റെ അനുഗ്രഹം പൊഴിയുന്നേ, സത്യത്തിൻ സാക്ഷിയാവാൻ സർവരെയും ക്ഷണിക്കുന്നേ, സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ. സമസ്ത സമ്മേളന കാഹളം മുഴങ്ങുന്നേ, സർവാധിറബിന്റെ അനുഗ്രഹം പൊഴിയുന്നേ, സത്യത്തിൻ സാക്ഷിയാവാൻ സർവരെയും ക്ഷണിക്കുന്നേ, സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ. വരക്കൽ പന്നൽ സ്മരണ ജ്വലിക്കും, വർണ്ണക്കൊടികളാൽ കണ്ണു തുടിക്കും, വിസ്മയ ചരിതം ഇവിടെ കുറിക്കും.
വരക്കൽ തന്നല സ്മരണ ജ്വലിക്കും, വർണ്ണക്കൊടികളെ കണ്ണു തുടിക്കും, വിസ്മയ ചരിതം ഇവിടെ കുറിക്കും. വിശിഷ്ട വ്യക്തികളാൽ മജ്‌ലിസിൽ ഊതിച്ചിടും, വിജ്ഞാന ധ്വനിയേറെ അവരന്ന് മുഴക്കിടും. വിശുദ്ധ നഗരിയിൽ ജനമന്ന് നിറഞ്ഞിടും. സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ. സമസ്ത സമ്മേളന കാഹളം മുഴങ്ങുന്നേ, സർവാധി റബ്ബിന്റെ അനുഗ്രഹം ചെയ്യുന്നേ. സത്യത്തിൻ സാക്ഷിയാവാൻ സർവരെയും ക്ഷണിക്കുന്നേ. സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ. എൺപത്തഞ്ചിൻ നിറവിൽ സമസ്ത, എങ്ങും സുഗന്ധം പാകി സമസ്ത, എതിരാളികളും വിറയും അവസ്ഥ. 85 നിറവിൽ സമസ്ത, എങ്ങും സുഗന്ധം പാകി സമസ്ത, എതിരാളികളും വിറയും അവസ്ഥ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം